ഹ്യൂമൻ ലൈബ്രറി പ്രചോദനയുടെ പുതിയ ഒരു സംരംഭം. പ്രചോദനയുടെ ആദ്യത്തെ ഹ്യൂമൻ ലൈബ്രറി ജനുവരി 25 അന്ന് ഹ്യൂമൻ ബുക്ക് ആയത് ഡോക്ടർ ലത പ്രേംസഖ്യ. ഡോക്ടർ ലത അവരുടെ ജീവിതമാവുന്ന പുസ്തകത്തിന്റെ അധ്യായങ്ങൾ നമ്മൾക്ക് വേണ്ടി പങ്കുവച്ചു. ഇതിന്റെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, വാട്ട് ഈസ് ഹ്യൂമൻ ലൈബ്രറി കൺസെപ്റ്റ് എന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം ഡാനിഷ് ഭാഷയിൽ വെനസ്കി ബിബ്ലിയോടിക്കറ്റ് എന്നാണ്. 2000 ഡെൻമാർക്കിലെ കോപ്പർഹേഗൻ നഗരത്തിലെ റോണി അബ്രിഗേൽ ആൻഡ് ഡാനി അബ്രിഗേൽ ഈ സഹോദരന്മാരും അവരുടെ 2-3 കൂട്ടുകാരും ചേർന്നാണ് ഈ ആശയത്തിന് രൂപം കൊടുത്തത്. ഹ്യൂമൻ ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കുന്ന ഇടമല്ല, ഇവിടെ മനുഷ്യരാണ് പുസ്തകങ്ങൾ. അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ വെല്ലുവിളികൾ, അല്ലെങ്കിൽ ജീവിതത്തിലുടനീളം അവർ അനുഭവിച്ച സഫറിങ്സ്, ലേണിങ്സ്, അതുപോലെ തുറന്നു പറയുന്ന എന്തും, അവർക്ക് തുറന്നു പറയാവുന്ന എന്തും തുറന്നു പറയാനുള്ള ഒരു ഇടമാണ് ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്നത്. സ്വയം വെളിപ്പെടുത്താൻ സുരക്ഷിതമെന്ന് തോന്നുന്ന എന്തും ചർച്ച ചെയ്യപ്പെടാം. അതുപോലെ തന്നെ ഇവിടെ ഒരു പെർഫെക്ഷൻ്റെ ആവശ്യമില്ല. ഹ്യൂമൻ ബുക്കാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്ത് പറയണം എന്ത് പറയണ്ട എന്ന്. ട്രൂത്തും അതുപോലെ തന്നെ റിഫ്ലക്ഷനുമാണ് ഇവിടെ പ്രാധാന്യം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെയുള്ള ഒരു ചർച്ചയാകാം. ഹൂ ക്യാൻ ബി എ ഹ്യൂമൻ ബുക്ക്? ജീവിതം അനുഭവിച്ചും പഠിച്ചും മുന്നോട്ട് പ്രയാണം ചെയ്ത ആർക്കും ഹ്യൂമൻ ബുക്കാകാം. ഇവിടെ പ്രശസ്തിയോ അല്ലെങ്കിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷനോ ഒന്നും ഒരു മാനദണ്ഡമേ അല്ല. ലൈഫ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഓതന്റിസിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു ഷെയർ, ഇതാണ് ഒരു ഹ്യൂമൻ ബുക്കിന് വേണ്ട ക്വാളിഫിക്കേഷൻസ്. ഇതിന് ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്. അതായത് ഇതൊരു ഹെയ്റ്റ് സ്പീച്ച് അല്ല, അതുപോലെ തന്നെ ജഡ്ജ്മെന്റും പാടില്ല. പ്രൊട്ടക്ട് ദ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യലായിട്ട് വെക്കണമെന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഇതൊരു റെസ്പെക്ട്ഫുൾ ഷെയറിംഗ് ആണ്, നോട്ട് ഫ്രീ. ഇനി ഇവിടെ ലിസണേഴ്സിന്റെ റോൾ എന്താണ്? ലിസണേഴ്സ് ആർ ദ സോൾ ഓഫ് ദിസ് ഹ്യൂമൻ ലൈബ്രറി. അതിന്റെ ആത്മാവ് തന്നെ ലിസണേഴ്സ് ആണ്. ലിസണേഴ്സിന് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ അത് ക്യൂരിയോസിറ്റിയിൽ നിന്നാകണം, ജഡ്ജ്മെന്റിൽ നിന്നാകാൻ പാടില്ല. എന്തിനാണ് ഈ ഹ്യൂമൻ ലൈബ്രറി? ഒന്നാമതായി സ്റ്റോറീസ് ഹീൽ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലിസണിങ് ബിൽഡ് അവർ എമ്പതി. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഓരോ ഹ്യൂമൻ ബീയിങ്ങും ഓരോ ബുക്കാണ്. അത് തുറന്ന് ഷെയർ ചെയ്യുമ്പോൾ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുവാൻ സാധ്യതയുണ്ട്. അതൊരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം. സോ ഹ്യൂമൻ ലൈബ്രറി is reading lives, not pages. Thank you.